പാർവതി, ഏതൊരു ബന്ധമാണെങ്കിലും ആ ബന്ധങ്ങളിലെല്ലാം ഏറ്റവും അധികം നാശമുണ്ടാക്കുന്നത് ആ ബന്ധങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഭവതിയുടെ മനസ്സിലും ആ സംശയം വസിക്കുന്നുണ്ട് പാർവതി. നമ്മിലുള്ള സംശയം. ഭവതിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ലെന്ന് ഭവതി സംശയിക്കുകയാണ്. എന്നാൽ ഭവതി വിസ്മരിച്ചു, അഗ്നിയെ സാക്ഷി നിർത്തിയാണ് നാം ഭവതിയെ പാണിഗ്രഹണം ചെയ്തത്. നാം സമ്പൂർണ്ണ മനസ്സോടെ ഭവതിയെ പാണിഗ്രഹണം ചെയ്യുകയാണ്. നീ നമ്മോടൊപ്പം ദീർഘായുസോടെ വസിക്കും. സപ്തവാഗ്ദാനങ്ങൾ നാം നൽകിയിരുന്നു. സ്മരിക്കേണ്ടതാണ് പാർവതി. ആ വാഗ്ദാനങ്ങൾ സ്മരിക്കേണ്ടത് തന്നെയാണ്. നാം നിത്യവും അങ്ങയുടെ ആജ്ഞകൾ പാലിക്കുന്നതാണ്. സദാ അങ്ങയുടെ സുഖദുഃഖങ്ങളിൽ കൂടെ ഉണ്ടാകുന്നതുമാണ്. നാം അങ്ങയുടെ ഗൃഹത്തിൽ സന്തോഷപൂർവ്വം വസിക്കും. അങ്ങ് എവിടെയാണോ വസിക്കുന്നത്, നാമും അവിടെ തന്നെ വസിക്കും. നാം ഈ വാഗ്ദാനങ്ങൾ പരസ്പരം നൽകിയതിനുള്ള കാരണം നമ്മൾ സദാ പ്രേമപൂർവ്വം പരസ്പരം സമർപ്പിച്ച് ജീവിക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. പരസ്പര ബഹുമാനത്തോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. ഇരുവർക്കും ഈ ദാമ്പത്യത്തിൽ പരസ്പരമുള്ള ആഗ്രഹങ്ങളെ മാനിക്കുവാൻ സാധിക്കുന്നതിനായിട്ടാണ്. പരസ്പരം ഇരുവർക്കുമുള്ള കർത്തവ്യങ്ങൾ അറിയുവാനുള്ള അവബോധമുണ്ടാകുവാനാണ്. ഭവതിയെ നാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും പങ്കുചേർത്തിരിക്കുകയാണ് പാർവതി.